Hello everyone, welcome to X&Y Learning. So, നമ്മുടെ USSന്റെ പ്രിപ്പറേഷൻ നല്ല അടിപൊളിയായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകൾ എന്നുള്ള ചാപ്റ്ററിന്റെ ഒരു ഷോർട്ട് സമ്മറി. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണോ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് USSനെ മാത്തമാറ്റിക്സിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് പാരലൽ ലൈൻസ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണെന്ന് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനില്ല. നമുക്ക് വളരെ ലോജിക്കലി തിങ്ക് ചെയ്താൽ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഒരു ചാപ്റ്ററിൽ പറയുന്നുള്ളൂ. എന്തായാലും നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാം. സോ അതിന് മുന്നേ ആയിട്ട് ഒന്നുകൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ഓൾറെഡി എല്ലാവരും USS കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. നമ്മളെ ക്ലാസ്സസിൻ്റെ നോട്ട്സും അതുപോലെ റെഗുലർ ആയിട്ടുള്ള ടൈംലി അപ്ഡേറ്റ്സും നമ്മളെ ക്വിസസും ഡെയിലി ക്വിസസ് എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാറില്ലേ, നമ്മൾ ഡെയിലി ക്വിസസും അതുപോലെ മോക്ക് ടെസ്റ്റ് ഒക്കെ നമുക്ക് തരൽ എങ്ങനെയാണ് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി വഴിയാണ്. സോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് വഴി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഇനി നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്കൂൾ ഗ്രൂപ്പ്സിലും എല്ലാം ഷെയർ ചെയ്യുക. നമുക്ക് ഒരുപാട് കുട്ടികളുണ്ടാകും. നമ്മുടെ കമ്മ്യൂണിറ്റി വലുതാകുമ്പോൾ എന്താവും, അതിനനുസരിച്ച് നമുക്ക് ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡും എല്ലാവരും ഉഷാറായിട്ട് നമുക്ക് എല്ലാവർക്കും USS നേടാൻ കഴിയും. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് ആദ്യം പാരലൽ ലൈൻസിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ വെറും 2 ലൈൻസ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ പാരലൽ ലൈൻസ് ഒന്നുമില്ല അല്ലേ, 2 ലൈൻസ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഇവിടെ കൂട്ടിമുട്ടുന്ന 2 ലൈൻസ് വന്നാൽ ഇവിടെ ടോട്ടൽ എത്ര ആംഗിൾസ് ഉണ്ടാകുന്നുണ്ട്? 4 ആംഗിൾസ്, 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. യെസ്, സോ ഞാൻ ഈ ആംഗിൾസിന് നെയിമിങ് കൊടുത്തു 1 2 3 4 ഇങ്ങനെ 4 ആംഗിൾസ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഞാനിവിടെ കണ്ടോ, ഇവിടെ 2 ആംഗിൾസ് ഈ ഒരു വൈറ്റ് കളറിലും 2 ആംഗിൾസ് വേറൊരു കളറിൽ യെല്ലോ കളറിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ ഉണ്ടാകുന്ന 4 ആംഗിൾസിൽ 2 ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സിൽ വരുന്ന 2 ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ആംഗിൾ 2ഉം ആംഗിൾ 4ഉം ഈക്വലാണ്, ആംഗിൾ 1ഉം ആംഗിൾ 3ഉം ഈക്വലാണ്. ഇത് നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ ഇതുപോലെ ഓപ്പോസിറ്റ് ആലോചിച്ചിട്ടില്ലെങ്കിലും സെയിം ഷേപ്പിൽ വരുന്നത്. ഇപ്പോൾ ഇവിടെ കാണാം, നമുക്ക് ഈ ഒരു ആംഗിൾ 2ഉം ആംഗിൾ 4ഉം എന്താണ്, ചെറിയ ആംഗിൾസ് ആണ് അല്ലേ, 90 ഡിഗ്രിയേക്കാളും ചെറിയ ആംഗിൾസ് ആണ്, അക്യൂട്ട് ആംഗിൾസ് ആണ്. സോ അങ്ങനെ വരുന്ന 2 ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇവിടെ ഉള്ളതോ ഇത് കുറച്ചുകൂടി വലിയ ആംഗിളാണ്, ഇവിടെയും വലിയ ആംഗിളാണ്. സോ 2 ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ടോട്ടൽ 4 ആംഗിൾസ് ആണ് ഉണ്ടാവുക. അതിൽ 2 ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, മറ്റേ 2 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സോ അത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഒരു ആംഗിൾസ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുക. ഇതേ കാര്യം തന്നെ നമ്മൾ പാരലൽ ലൈൻസിലും വരുമ്പോൾ നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം നമ്മൾ എന്താണ് പാരലൽ ലൈൻസ്. ഇപ്പം ഞാനിവിടെ 2 പെയർ ഓഫ് പാരലൽ ലൈൻസ് വരച്ചിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്താണ്? ഈ 2 ലൈൻസ് തമ്മിൽ ഏതെങ്കിലും സമയം ഇനി ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ്, എവിടെ എത്തിയാലും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യോ? ഇല്ല. കാരണം എന്താ, എല്ലാ സൈഡ് ഇതിൽ ഏത് പോയിന്റ് എടുത്താലും അവിടെ ഈ 2 ലൈൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതിന് സ്ട്രെയിറ്റ് ആയിട്ട് ഈ രൂപത്തിൽ തന്നെ വരയ്ക്കണമെന്നില്ല. നമ്മളിങ്ങനെ ചെരിച്ച് വരച്ചാലും ഈ 2 ലൈൻസും ചെരിഞ്ഞാണ് പോകുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല അല്ലേ. എല്ലാ സൈഡ്സിലും ഈക്വൽ, എല്ലാ പോയിന്റ്സിലും ഈക്വൽ ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് ആണ് 2 ലൈൻസും തമ്മിലുള്ളത് അല്ലേ. ഇങ്ങനത്തെ ലൈൻസിനാണ് നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ സമാന്തര വരകൾ എന്ന് പറയാം അല്ലേ. ഇനി ഈ 2 പാരലൽ ലൈൻസിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഇൻ്റർസെക്റ്റ് ചെയ്തുകൊണ്ട് വേറെ ലൈൻ വരയ്ക്കണം. ഇവിടെ ടോട്ടൽ എത്ര ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്? ഇവിടെ ടോട്ടൽ 8 ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. ടോട്ടൽ 8 ആംഗിൾസ് ആണ്. എങ്ങനെ? ഇപ്പോൾ ഈ ഒരു ലൈനിന് ഈ ഒരു വൈറ്റ് ലൈൻ 4 ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്. സിമിലർലി ഇവിടെയും 4 ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ എത്ര ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്? 8 ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെയും നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ 8 ആംഗിൾസ് ഉണ്ടെങ്കിൽ അതിൽ 4 ആംഗിൾസ് ഈക്വലാണ്, അടുത്ത 4 ആംഗിൾസും ഈക്വലാണ്. ഓക്കെ, 2 ടൈപ്പ് ഓഫ് ആംഗിൾസ് മാത്രമേ നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് നമ്മൾ വേറൊരു കാര്യം ഇവിടെ പറയാൻ മറന്നുപോയത്, ഇവിടെ 2 ആംഗിൾസ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിൾസ്, ആംഗിൾ 1ഉം ആംഗിൾ 3ഉം ഈക്വലാണ്, ആംഗിൾ 2ഉം ആംഗിൾ 4ഉം ഈക്വലാണ്. അൺഈക്വൽ ആയിട്ടുള്ള 2 ആംഗിൾസ് എടുത്താൽ അതിൻ്റെ സം എന്തായിരിക്കും? ആ 2 ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്താൽ എത്രയായിരിക്കും? 180 ആയിരിക്കും വരിക അല്ലേ. ഇവിടെ ആംഗിൾ 1ഉം ആംഗിൾ 2ഉം തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് 180 ആണ് കിട്ടുക. കാരണം ഇവിടെ ഒരു സിംഗിൾ ലൈനാണ്, ഈ ലൈനിന് ചുറ്റുമാണ് ഈ 2 ആംഗിൾസ് വരുന്നത് അല്ലേ. യെസ്, ഇനി ആംഗിൾ 1ഉം ആംഗിൾ 4ഉം എടുക്കുകയാണ്, രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്ര വരിക? 180 ആണ്. ആംഗിൾ 1ഉം ആംഗിൾ 3ഉം എടുത്താൽ 180 ആണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല. അത് രണ്ടും ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ആണ്. അൺഈക്വൽ ആയിട്ടുള്ള 2 ആംഗിൾസ് എടുക്കണം. ഇപ്പോൾ ആംഗിൾ 4ഉം ആംഗിൾ 3ഉം എടുത്തു, 180 ആയിരിക്കും വരിക. ആംഗിൾ 2ഉം ആംഗിൾ 3 എടുത്തു, 180 ആയിരിക്കും വരിക. ക്ലിയർ അല്ലേ? സോ ഈ ഒരു കാര്യം നമുക്ക് ഈ ഒരു പാരലൽ ലൈൻസ്, നമ്മൾ 2 പാരലൽ ലൈൻസ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെയും നമുക്ക് ടോട്ടൽ 8 ആംഗിൾസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും 2 ടൈപ്പ് ഓഫ് ആംഗിൾസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവിടെയും ഈ ഒരു ചെറിയ ആംഗിൾ അല്ലേ, ഇത് സ്മോളർ ആംഗിളാണ്, ഞാൻ നെയിമിങ് കൊടുക്കുന്നില്ല. ഈ സ്മോളർ ആംഗിൾ ഇവിടെയും സ്മോളർ ആംഗിളാണ്.
സോ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതുപോലെ ഇവിടെയുള്ള ഈ സ്മോളർ ആംഗിളും ഈ ഒരു സ്മോളർ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സിമിലർലി ഇവിടെ വരുന്ന ഈ ഒരു ഗ്രേറ്റർ ആംഗിൾ, ഇവിടെയും ഗ്രേറ്റർ ആംഗിളാണ്, ഇവിടെയും ഗ്രേറ്റർ ആംഗിളാണ്, ഇവിടെയും ഗ്രേറ്റർ ആംഗിളാണ് അല്ലേ? ഒപ്റ്റിസ് ആംഗിൾസ് ആണ് അവിടെ. ആ ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ക്ലിയർ അല്ലേ? ആൻഡ് ഇതിൽ നമ്മൾ നമ്മുടെ ഫസ്റ്റ് രണ്ട് ലൈൻസ് മാത്രം ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന അവിടെ പറഞ്ഞ കാര്യം പോലെ തന്നെ ഇതിൽ അൺഈക്വൽ ആയിട്ടുള്ള രണ്ട് ആംഗിൾസ് എടുത്താൽ അതിൻ്റെ സമ്മ് അത് രണ്ടും ആഡ് ചെയ്താൽ കിട്ടുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. സോ ഇവിടെ ഇപ്പോൾ ഞാൻ നെയിമിങ് കൊടുക്കുകയാണ്. ഞാനിവിടെ ആംഗിൾ 1 എന്നെടുത്തു. ഓക്കെ, ആൻഡ് ഇത് ആംഗിൾ 2 എടുത്തു. ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 എത്രയായിരിക്കും? 180 ഡിഗ്രിയാണ്. അത് ഇതിൻ്റെ നെയിമിങ്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അത് നെയിമിങ്സ് ഒന്നും നമ്മളിപ്പോൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈക്വൽ അല്ലാത്ത അൺഈക്വൽ ആയിട്ടുള്ള രണ്ട് ആംഗിൾസ് എടുത്താൽ ആ രണ്ട് ആംഗിൾസിൻ്റെ സമ്മ് എന്തായിരിക്കും? 180 ആയിരിക്കും. രണ്ട് പാരലൽ ലൈൻസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രൂപത്തിലേ വരുള്ളൂ അല്ലേ? ഇപ്പം ഞാനിനി വേറൊരു ആംഗിൾ എടുക്കുകയാണ്. ആംഗിൾ 3 എടുത്തു. ആംഗിൾ 1ഉം ആംഗിൾ 3ഉം ആഡ് ചെയ്താൽ 180 കിട്ടുമോ? ഇല്ല. കാരണം എന്താ? ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ആണ്, കിട്ടില്ല. ബട്ട് ആംഗിൾ 3 പ്ലസ് ആംഗിൾ 2 അല്ലെങ്കിൽ ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 എത്ര വരിക? 180 ആണ്. അല്ലെങ്കിൽ നമ്മൾ ആംഗിൾ ഞാനിപ്പോൾ ഈ ഒരു ആംഗിൾ കൂടി വരയ്ക്കുകയാണ്. ഇവിടെ വരച്ചു. ഓക്കെ, ഇത് ആംഗിൾ 4 എന്ന് എടുത്തു. ആംഗിൾ 4 പ്ലസ് ആംഗിൾ 3 എത്ര വരിക? 180 ആണ് വരിക. കാരണം രണ്ടും അൺഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ആണ്, രണ്ടും ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ അല്ല അല്ലേ? സോ ഈ രണ്ട് ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടുക? 180 ആണ്. ക്ലിയർ അല്ലേ? ഇതിന് നെയിമിങ്സ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ഈ ഒരു ഐഡിയ വേണം. നമുക്ക് ടോട്ടൽ 8 ആംഗിൾസ് ആണ് ഉണ്ടാവും. അതിൽ 4 ആംഗിൾസ് ഈക്വൽ ആണ്, അടുത്ത 4 ആംഗിൾസ് ഈക്വൽ ആണ്. ഇതിൽ അൺഈക്വൽ ആയിട്ടുള്ള ഏത് രണ്ട് ആംഗിൾസ് എടുത്താലും അത് തമ്മിൽ ആഡ് ചെയ്താൽ 180 ആണ് കിട്ടുക. ക്ലിയർ അല്ലേ? യെസ്. സോ ഇനി നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഈ നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളെ കുറിച്ചുള്ള വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഇൻ ദ ഫിഗർ സി ഡി ഈസ് പാരലൽ ടു എ ബി. ഓക്കെ, സി ഡിയും എ ബിയും പാരലാണ്. അവ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എ ബി ആർ എന്നുള്ള പോയിന്റിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്, സി ഡി എസ് എന്നുള്ള പോയിന്റിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 180? ഇതിൽ ഏത് രണ്ട് ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്താലാണ് 180 കിട്ടുക എന്നാണ് കാണേണ്ടത്. ഈസി ആയിട്ട് നോക്കിക്കൂടെ? ഇവിടെ ഫസ്റ്റ് പറഞ്ഞത് ആംഗിൾ എ ആർ എസ്. ഓക്കെ, എ ആർ എസ് ഇവിടെ ചെറിയ ആംഗിളാണ് അല്ലേ? ആംഗിൾ എ ആർ എസ് എന്നുള്ളത് ഇവിടെ സ്മോളർ ആംഗിളാണ്. അപ്പോൾ ഈ സി എസ് ക്യൂ വലിയ ആംഗിൾ ആണെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്താൽ 180 കിട്ടും. ബട്ട് ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെങ്കിലോ 180 കിട്ടില്ല. ഇവിടെ ആംഗിൾ സി എസ് ക്യൂ എവിടെയാണ് വരുന്നത്? സി എസ് ക്യൂ. ഓ, ആംഗിൾ എ ആർ എസും സ്മോളർ ആംഗിൾ സി എസ് ക്യൂവും സ്മോളർ ആംഗിൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ 180 കിട്ടുമോ? ഇല്ല. സോ ഓപ്ഷൻ എ റോങ് ആണ്. ഇനി ഓപ്ഷൻ ബി, ആംഗിൾ പി ആർ എ പ്ലസ് ആംഗിൾ ക്യു എസ് ഡി. ആംഗിൾ പി ആർ എ വലിയ ആംഗിളാണ്. ആൻഡ് ക്യു എസ് ഡി അതും വലിയ ആംഗിൾ അല്ലേ? ക്യു എസ് ഡിയും പി ആർ എയും വലിയ ആംഗിൾസാണ്. തമ്മിൽ ആഡ് ചെയ്താൽ 180 ആവോ? അല്ല, രണ്ടും അൺഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് വരണം. ഇനി ആംഗിൾ പി ആർ ബി പ്ലസ് സി എസ് ക്യൂ. ആംഗിൾ പി ആർ ബി സ്മോളർ ആംഗിളാണ്. സി എസ് എത്രയാണ്? സി എസ് ക്യൂ അതും സ്മോളർ ആംഗിളാണ് അല്ലേ? പി ആർ ബിയും സ്മോളർ ആംഗിൾ, സി എസ് ക്യൂവും സ്മോളർ ആംഗിൾ. സോ രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ 180 കിട്ടുമോ? ഇല്ല. ഇനി ആംഗിൾ പി ആർ എ. ഓക്കെ, പി ആർ എ ഗ്രേറ്റർ ആംഗിൾ ആണ്. സി എസ് ക്യൂ സ്മോളർ ആംഗിൾ. പി ആർ എ ഗ്രേറ്റർ ആംഗിൾ, സി എസ് ക്യൂ സ്മോളർ ആംഗിൾ. തമ്മിൽ ആഡ് ചെയ്താൽ എത്ര കിട്ടുക? 180 ആണ് കിട്ടുക. സോ ആൻസർ ഏതായിരിക്കും വരിക? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ അല്ലേ? ഇതുപോലെ ഈ ഒരു ഐഡിയ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും, ഈ ഒരു പാരലൽ ലൈൻസിലെ ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? ദ ലൈൻ പി ക്യു ഇൻ്റർസെക്ട് ദ ലൈൻ ആർ എസ് അറ്റ് ഒ. ഓക്കെ, ഈ രണ്ട് ലൈൻസും നമ്മൾ ഇൻ്റർസെക്ട് ചെയ്യുന്നത് ഓ എന്നുള്ള പോയിന്റിലാണ്. ദ മെഷർ ഓഫ് ആംഗിൾ പി ഒ എസ് ഈസ് 9 ടൈംസ് ദ ആംഗിൾ ഓഫ് എസ് ഒ ക്യു. ഓക്കെ, ഇവിടെ എസ് ഒ ക്യു എത്രയാണോ അതിൻ്റെ 9 ഇരട്ടി 9 ടൈംസ് ആണ് ആംഗിൾ എസ് ഒ പി വരുന്നത്, അല്ലെങ്കിൽ പി ഒ എസ് വരുന്നത്. അതാണ് പറഞ്ഞത്. സോ ഇവിടെ എന്താണ് മീൻ ചെയ്യുന്നത്? ഞാൻ എസ് ഒ ക്യു നമുക്ക് എത്രയെന്ന് അറിയില്ല അല്ലേ? ഞാനിത് എ എന്നുള്ള വാല്യൂ എടുക്കുകയാണ്. എസ് ഒ ക്യു എ എന്നുള്ള വാല്യൂ ആണെങ്കിൽ ഇവിടെ പി ഒ എസ് എത്രയായിരിക്കും? എസ് ഒ ക്യൂയുടെ 9 ടൈംസ്, അതായത് 9 ഇൻറ്റു എ, 9A ആയിരിക്കും എസ് ഒ ക്യൂയുടെ വാല്യൂ വരും. പി ഒ എസിൻ്റെ വാല്യൂ വരും. ക്ലിയർ ആയോ? ഇതാണ് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഈ ഒരു ആംഗിളിൻ്റെ 9 ടൈംസ് ആണ് ഈ ഒരു ആംഗിൾ വരുന്നത്. ആൻഡ് നമുക്ക് കാണുന്നത് വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എസ് ഒ ക്യു. എസ് ഒ ക്യൂയുടെ വാല്യൂ എത്രയാണ്? ഈ എ എന്നുള്ള വാല്യൂ എത്രയാണെന്നാണ് നമ്മൾ കാണേണ്ടത്. ഇതെങ്ങനെ കാണാൻ കഴിയും? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ രണ്ട് ലൈൻസ് നമ്മൾ ഇൻ്റർസെക്ട് ചെയ്യുകയാണ്. ഈ രണ്ട് ആംഗിൾസും എന്താണ്? ഈക്വൽ ആണോ? അല്ല, അൺഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ്. അൺഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 180 ആണ് കിട്ടുക. വിച്ച് മീൻസ് 9A പ്ലസ് എ ഈക്വൽ ടു 180 ഡിഗ്രി. അതല്ലേ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുക അല്ലേ? രണ്ട് അൺഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ആണ്, തമ്മിൽ ആഡ് ചെയ്താൽ 180 കിട്ടും. സോ 9A പ്ലസ് എ ഈക്വൽ ടു 10A.
10 ഇൻറ്റു എ ഈക്വൽ ടു 180 ആണ്. 10 ഇൻറ്റു ഏത് വാല്യൂ ചെയ്താലാണ് നമുക്ക് 180 കിട്ടുക? 10 ഇൻറ്റു 18 അല്ലേ? സോ എ ഈക്വൽ ടു 18 ആയിരിക്കും വരിക. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ എ ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ 10. 180 ഡിവൈഡ് ബൈ 10 ഈക്വൽ ടു 18 ഡിഗ്രി എന്നുള്ള വാല്യൂ കിട്ടും. ക്ലിയർ ആയില്ലേ? സോ ആൻസർ എന്ത് വരും? ഇവിടെ 18 ഡിഗ്രി. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. സോ നമ്മളിപ്പോൾ കുറച്ച് തിയറി പാർട്സ് നമ്മൾ പറഞ്ഞു, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി നമ്മളിപ്പോൾ ഈ ആംഗിൾസിൻ്റെ നെയിമിങ്സ് ഒന്നും പഠിച്ചിട്ടില്ല അല്ലേ? നമുക്ക് നെയിമിങ്സ് കൂടെ ഒന്ന് പെട്ടെന്ന് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. സോ ഫസ്റ്റ് വരുന്നത് ഈ ടൈപ്പ് ഓഫ് ആംഗിൾസ്. സോ ഫസ്റ്റ് ഞാൻ ചോദിക്കുകയാണ്, ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണോ അൺഈക്വൽ ആണോ? ഈക്വൽ അല്ല. ഇതിൽ തന്ന ഏത് ആംഗിൾസ് എടുക്കുകയാണെങ്കിലും ഈക്വൽ ആണ് അല്ലേ? ഈ ആംഗിൾസിനെ നമ്മൾ ഈ ഒരു ആംഗിൾസ് നമ്മൾ നോക്കൂ, ഇവിടെ രണ്ടും സെയിം പൊസിഷനിലാണ് വരുന്നത്. അതായത് ഈ ഒരു ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അപ്പർ പൊസിഷനിലാണ് ഈ ഒരു ആംഗിൾ വരുന്നത്. സെയിം ടൈപ്പിൽ തന്നെയാണ് ഈ ഒരു ലൈനിൻ്റെ ലെഫ്റ്റ് പൊസിഷനിൽ അപ്പർ സൈഡിലാണ് വരുന്നത് അല്ലേ? ഇനി ഇവിടെ ഏതിലും നോക്കൂ, സെയിം പൊസിഷനിലാണ് ഈ ആംഗിൾസ് ഒക്കെ വരുന്നത് അല്ലേ? ഈ ടൈപ്പ് ഓഫ് ആംഗിൾസിനാണ് നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെങ്കിൽ നമ്മൾ സമാന കോണുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സെയിം ടൈപ്പ് ഓഫ് ആംഗിൾസ് ആണ് അല്ലേ? സമാന കോണുകൾ തമ്മിൽ ഈക്വൽ ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. കാരണം എന്താണ്? സെയിം പൊസിഷനിലാണ് വരുന്നത്. രണ്ടും സെയിം ടൈപ്പ് ഓഫ് ആംഗിൾ ആണ് അല്ലേ? ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ആണ്. സോ സമാന കോണുകൾ എന്താണ്? ഈക്വൽ ആണ്. സമാന കോണുകൾ എന്താണ്? സെയിം പൊസിഷനിൽ വരുന്ന ആംഗിൾസ് ആണ് അല്ലേ? രണ്ട് ലൈൻസിൻ്റെയും സെയിം പൊസിഷനിലാണ് വരുന്നത്. അത് ആലോചിച്ചാൽ മതി. ഇനി ഇതുപോലെ നമുക്ക് ഇനി അടുത്ത ആംഗിളാണ്. ഈ ഒരു ആംഗിൾ എങ്ങനെയാണ് വരുന്നത്? ഇതിൻ്റെ പേരാണ് അൾട്ടർനേറ്റീവ് ആംഗിൾസ്. ഓക്കെ, അൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ മറുകോണുകൾ എന്ന് പറയും. ഇത് എങ്ങനെയാണ് കോണുകൾ എന്നറിയും? ഇപ്പോൾ ഞാൻ രണ്ട് ലൈൻസ് വരച്ചു. ഓക്കെ, രണ്ട് ലൈൻസ് വരച്ചു. ഈ ഒരു ആംഗിളും തമ്മിൽ ഈക്വൽ അല്ലേ? ആണ്. ഇനി ഞാൻ ഇവിടെ ഈ ഒരു ആംഗിൾ വരക്കുന്നതിന് പകരം ഞാൻ എവിടെ വരച്ചത് അറിയാം? പിന്നെ മാറിയിട്ടില്ലല്ലോ. യെസ്. ഇപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ആംഗിൾ ഉള്ളത്. ഞാൻ ഇവിടെ വരക്കുന്നതിന് പകരം ഈ ഒരു ലൈന് പാരലായിട്ട് വേറെ ലൈൻ വരച്ചു. എന്നിട്ട് ഇതേ പൊസിഷനിൽ ഇവിടെ വേറെ ലൈൻ വരച്ചു. ഈ രണ്ട് ആംഗിൾസിനാണ് നമ്മൾ അൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയും. ഓക്കെ, അൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ മറുകോണുകൾ എന്ന് പറയും. സോ ഈ മറുകോണുകൾ തമ്മിൽ ഈക്വൽ ആവുമോ? ആണല്ലോ. കാരണം എന്താണ്? ഇത് നമ്മൾ ഈ രണ്ട് ആംഗിൾസ് വരക്കുമ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡ്സിൽ വരുന്ന ആംഗിൾസ് ആണ്. അതിന് ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ വരക്കുന്നതിന് പകരം രണ്ട് പാരലൽ ലൈൻസ് വരച്ച് ഇവിടെ വരക്കുന്നതിന് പകരം അതിൻ്റെ ഈ ഒരു ലൈനിൻ്റെ ആ ഒരു സൈഡിൽ വരച്ചു അല്ലേ? അതേ ടൈപ്പിലാണ് ഇവിടെ വരിക. ഇവിടെ നോക്കൂ, ഇപ്പോൾ ഇവിടെ ആംഗിൾ വരച്ചു. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ വരേണ്ടത് ഇവിടെയാണ്. അതിന് പകരം നമ്മൾ ഈ ഒരു ലൈനിൻ്റെ ഈ ഒരു സൈഡിൽ വരച്ചു. ഇനി ഇവിടെ ഈ ഒരു സൈഡിലാണ് വന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് ഇവിടെയാണ്. അതിന് പകരം ഈ ഒരു ലൈനിൻ്റെ മുകൾ ഭാഗത്ത് വരച്ചു അല്ലേ? ഇങ്ങനത്തെ ആംഗിൾസ്, ഈ ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ് അല്ലേ? ഈക്വൽ ആവില്ലേ? ഈക്വലേ വരുള്ളൂ അല്ലേ? ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പിക്ചർ നോക്കിയാൽ തന്നെ, നമുക്ക് ഈ ഒരു ഗ്രാഫ് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ ഒരു ഡയഗ്രം കാണുമ്പോൾ തന്നെ നമുക്കറിയാം രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്, ഈക്വൽ അല്ലേ എന്നുള്ളത് അല്ലേ? ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും. സോ ഇങ്ങനത്തെ ആംഗിൾസിനാണ് നമ്മൾ ഈ ഒരു ആംഗിൾസിൻ്റെ നെയിമിംഗ് ആണ് അൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ മറുകോണുകൾ എന്ന് പറയുന്നത്. ഇനി അതുപോലെ നമുക്ക് പഠിക്കാനുള്ളതാണ് കോ ഇൻറ്റീരിയർ ആംഗിൾസ്. കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടും സെയിം സൈഡിൽ ഉള്ളിൽ വരികയാണ്. ഇൻസൈഡ് സൈഡ് അല്ലേ? ഈ രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഇൻസൈഡിലാണ് ഈ രണ്ട് ആംഗിൾസ് വരുന്നത്. ഈ രണ്ട് ആംഗിൾസ് നമ്മൾ എന്ത് പറയും? കോ ഇൻറ്റീരിയർ ആംഗിൾസ് അല്ലെങ്കിൽ ആന്തര സഹകോണുകൾ എന്ന് പറയും. ഓക്കെ, ഈ രണ്ട് ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്താൽ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണോ? അല്ലെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്താൽ 180 ആണോ? രണ്ട് ആംഗിൾസ് ഈക്വൽ ആണോ? അല്ല. സോ അങ്ങനെയാണെങ്കിൽ ഈക്വൽ അല്ലെങ്കിൽ പിന്നെ ഈ രണ്ട് ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്താൽ 180 കിട്ടും. ഓക്കെ, സോ കോ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എത്രയായിരിക്കും? 180 ആണ് വരിക. ഇതുപോലെ തന്നെയാണ് കോ എക്സ്റ്റീരിയർ ആംഗിൾസ് അല്ലെങ്കിൽ ബാഹ്യ സഹകോണുകൾ. ഇവിടെ നമ്മൾ ആദ്യം ഇൻറ്റീരിയർ ആംഗിൾസ് എന്തായിരുന്നു? ഇൻസൈഡിലാണ് കോ ഇൻറ്റീരിയർ ആംഗിൾസ് വന്നിരുന്നത്. ഇവിടെ കോ എക്സ്റ്റീരിയർ ആകുമ്പോൾ രണ്ടും ഔട്ട് സൈഡിലാണ് വരുന്നത്. ഇവിടെയും ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണോ? അല്ല. ഈക്വൽ അല്ലെങ്കിൽ പിന്നെ ഈ രണ്ട് ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്താൽ 180 ആണ് വരിക. ക്ലിയർ അല്ലേ? സോ ഇത്രയാണ് നമുക്ക് ടൈപ്പ് ഓഫ് ആംഗിൾസിൻ്റെ നെയിമിങ്സ് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈ ഒരു പാരലൽ ലൈൻസ് വെച്ച് നമ്മൾ ഈ ഒരു പോളിഗൺ ആയിട്ടുള്ള പാരലലോഗ്രാം അല്ലേ? പാരലലോഗ്രാം അല്ലെങ്കിൽ നമ്മൾ സാമാന്തരികം എന്ന് പറയും. ഈ പാരലലോഗ്രാമിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡ്സിൽ വരുന്നത് ആംഗിൾസ് തമ്മിൽ ഈക്വൽ ആയിരിക്കും അല്ലേ? അത് മാത്രമല്ല, ഒരു പാരലോഗ്രാമിൻ്റെ അല്ലെങ്കിൽ പാരലോഗ്രാം മാത്രമല്ല, ഏത് 4 സൈഡിലുള്ള ഒരു പോളിഗൺ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള ആംഗിൾസിൻ്റെ സം എത്രയായിരിക്കും? 360 ഡിഗ്രിയാണ് വരിക. ഓക്കെ, 360 ഡിഗ്രിയാണ് വരിക. ഇപ്പോൾ ഇവിടെ ഈ രണ്ട് ആംഗിൾസ് തമ്മിൽ ഈക്വൽ ആണെന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഈ രണ്ട് ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്താൽ 180 ആണ് വരിക. ഓക്കെ, സെയിം സൈഡിലെ ആംഗിൾസ് തമ്മിൽ വന്നാൽ 180 ആണ് വരിക.
അപ്പോൾ ഇവിടെ എങ്ങനെയാണ് 180 വന്നത്? നമ്മളെ പാരൽ ലൈൻസിൽ തന്നെയാണ് ഈ ഒരു കാര്യം വന്നത്. ഞാനിപ്പോൾ ഈ 2 ലൈൻസാക്കി എടുക്കുകയാണ്. അപ്പോൾ എന്താണിത്? കോ ഇൻറ്റീരിയർ ആംഗിൾസ് അല്ലേ? സോ അതുകൊണ്ടാണ് ഇത് രണ്ടും ആഡ് ചെയ്താൽ 180 ആണെന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി അതുപോലെ നമ്മൾ ട്രയാങ്കിൾസിൻ്റെ ഉള്ളിലുള്ള ആംഗിൾസിൻ്റെ സമ്മും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്യുന്നുണ്ട്. അല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ള ആംഗിൾസിൻ്റെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ് വരിക. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് ബേസ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി എന്ത് ചെയ്യാം, നെക്സ്റ്റ് സെഷനിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ 1 മാർക്ക് 1 ഷോട്ട് ആയിട്ടുള്ള നമ്മൾ പ്രീവിയസ് ഇയർ ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ ഷോർട്സ് ആക്കി ചെയ്യുന്നുണ്ട് അല്ലേ? ഇനി അത് മാത്രമല്ല, നമുക്ക് ലൈവ്സും വരാനുണ്ട്, ഇതുപോലെ നമുക്ക് വീഡിയോസ് ആയിട്ടുള്ള ക്ലാസ്സും വരാനുണ്ട്. സോ ചാനലിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഫോളോ ചെയ്യണം, കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് USS ഉറപ്പായിട്ട് നമുക്ക് എല്ലാവർക്കും USS നേടാൻ കഴിയും. ഓക്കെ, സോ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കിയിട്ട് പോവാം. നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളെ കുറിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, PQR ആണ്. ഇതിൽ ഈ ഒരു ആംഗിൾ ഒന്നും ഇവിടെയുള്ള ആംഗിൾ ഒന്നും നമ്മൾ കാണേണ്ടത് PRS. ഓക്കെ, ആംഗിൾ PRS എത്രയാണുള്ളത്? ഇതെങ്ങനെയാണ്? ഇത് വളരെ ഈസി ആയിട്ട് കാണാൻ കഴിയും. നമുക്കറിയാം, ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ള ആംഗിൾസ് എത്രയാണ്? ടോട്ടൽ വരിക 180 ആണ്. അതിൽ ഈ 2 ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്താൽ 55 + 65 120 വന്നു. 120 60 ആഡ് ചെയ്താലാണ് 180 കിട്ടുക. സോ ഈ ഒരു ആംഗിൾ 60 ആണെങ്കിൽ ഇവിടെയുള്ള ആംഗിൾ എത്രയായിരിക്കും? ഈ 2 ആംഗിൾസും എന്താണ്, ഒരു ലൈനിൻ്റെ സൈഡിലാണ് വരുന്നത് അല്ലേ? അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ 180 കിട്ടണം. സോ ഇതിലോട്ട് 120 ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? 180 കിട്ടുക. സോ ഇവിടെ 120 ആയിരിക്കും വരിക. ഇനി ഇതുപോലെ നമുക്ക് ഈ ഒരു ആംഗിൾ കണ്ടുപിടിച്ചിട്ട് വേണമെന്നില്ല ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ അല്ലേ? ഇത് ട്രയാങ്കിളിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. സോ ഈ ഒരു ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി വെച്ച് നമുക്ക് എന്ത് പറയാൻ കഴിയും? ഈ 2 ആംഗിൾസിൻ്റെ സം എന്നുള്ളത് ഈ ഒരു ആംഗിളിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ 55 + 65 ആഡ് ചെയ്താൽ എത്ര? 120. അത് തന്നെയാണ് ഇവിടെയും വരിക. ഇതെന്തുകൊണ്ടാണ്? ഈ 2 ആംഗിൾസ് ആഡ് ചെയ്തു, എന്നിട്ട് അതിലോട്ട് ഈ ഒരു ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 കിട്ടും. സെയിം ടൈപ്പ് തന്നെയല്ലേ? ഈ ഒരു ആംഗിളിലോട്ട് ഈ ഒരു ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 ആണ് കിട്ടുക. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ 2 ആംഗിൾസിൻ്റെ സം എന്നുള്ളത് 120ക്ക് ഈക്വൽ ആണെന്ന് പറയാൻ കഴിയും. ഇത് നമുക്ക് ട്രയാങ്കിൾസ് എല്ലാ ട്രയാങ്കിൾസിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഏത് സൈഡിലും ഉപയോഗിക്കാം കേട്ടോ, ഏത് സൈഡിലും. ഇപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വന്നു, എന്നിട്ട് ഇവിടെയുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ആംഗിൾസിൻ്റെ സമ്മായിരിക്കും. ഈ 2 ആംഗിൾസിൻ്റെ ആഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും ഇവിടെയുള്ള ആംഗിളിൽ. ക്ലിയർ അല്ലേ? യെസ്. സോ ഇവിടെ ആൻസർ എന്താ വരിക? 120 ഡിഗ്രിയാണ് വരിക. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ ഈ ഒരു എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. സോ എന്താണ് ആൻസർ എന്നുള്ളത് ചെയ്ത് നോക്കുക. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് സർ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ എല്ലാവരും കമൻറ്റിൽ ചെയ്യാം, സ്വന്തമായിട്ട് ചെയ്ത് നോക്കി. ഇത് പല രീതിയിലും ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. നമ്മൾ ട്രയാങ്കിൾസ് വരച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് പാരൽ ലൈൻസ് വരച്ചിട്ടോ. ഞാൻ ഒരു മെത്തേഡ് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഹിൻറ്റ് തരാം. ഇവിടെ ഞാൻ ഈ 2 ലൈൻസ് പാരലാണെന്നല്ലോ, ഇതിന് പാരലായിട്ട് ഞാൻ വേറൊരു ലൈൻ വരച്ചു. ഓക്കെ, ഇത് ഇവിടെയാണ് വരച്ചെന്ന് ക്ലിയർ ആക്കട്ടോ. ഈ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നമുക്കിത് ട്രയാങ്കിൾ ആക്കിയിട്ട് ചെയ്യാൻ കഴിയും. ഇങ്ങനെ പല രീതിയിലും നമുക്ക് ഈ പാരൽ ലൈൻസിൻ്റെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ കഴിയും. സോ ഞാനിപ്പോൾ ഒരു ഹിൻറ്റ് തന്നു, ഇവിടെ ഈ 2 ലൈൻസിന് പാരലായിട്ട് വേറൊരു ലൈൻ വരച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ എക്സിൻ്റെ വാല്യൂ കാണാൻ കഴിയും. ഓക്കെ, സോ ആൻസർ എത്രയെന്നുള്ളത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റിൽ ഒരിക്കലും ആൻസർ ഇടാൻ മറക്കരുത്. സർ എത്ര ആളുകൾക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അത്രയും ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു ചാപ്റ്റർ മൊത്തമായിട്ട് എന്തൊക്കെയാണോ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന എല്ലാ കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററും അതുപോലെ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റേഴ്സും ഈ ഒരു ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത സെഷനിലേക്ക് കാണാം. ഓക്കെ.